അമ്മേ, കൃപാസന മാതാവേ, അങ്ങേ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും മാറ്റണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേൻ. ആമേൻ. ഇന്ന് നോക്കുന്നത് കൃപാസനത്തിൻ്റെ ഉടമ്പടിയിലൂടെ എങ്ങനെ നമുക്ക് രക്ഷ പ്രാപിക്കാം. ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തു എന്നത് നന്മയും സെയിം ടൈം തന്നെ ഗ്രേസുമാണ്. ഈ നന്മയും ഗ്രേസും എന്ന് പറയുന്നതാണ് രക്ഷ. ദൈവാനുഭവത്തെ പറയുന്നതാണ് രക്ഷ എന്ന് പറയുന്നത്. ദൈവാനുഭവത്തെ നമ്മൾ അനുഭവിച്ച് അറിയുന്നതിനെയാണ് രക്ഷ പ്രാപിക്കുക എന്ന് പറയുന്നത്. ഈ രക്ഷ പ്രാപിക്കാനുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് അനുതപിക്കുക, വിശ്വസിച്ച് ക്രിസ്തുവിനെ ഫോളോ ചെയ്യുക. രക്ഷ പ്രാപിക്കാനുള്ള ആദ്യ പടിയാണ് അനുതപിക്കുക. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കറിയാം, ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് നമ്മൾ അനുതപിച്ച് നമുക്ക് എന്തെങ്കിലും പാപമോ അല്ലെങ്കിൽ നമുക്ക് ആരുടെയും വെറുപ്പോ വിദ്വേഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മറന്ന് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഉടമ്പടിയുടെ ആദ്യ പടിയായിട്ട്, ഉടമ്പടി നമ്മൾ രജിസ്ട്രേഷൻ ടൈമിൽ തന്നെ അറിയാം, നമുക്ക് വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അതെല്ലാം മറന്നിട്ടാണ് നമ്മൾ ആ ഉടമ്പടിയിലോട്ട് കയറുന്നത്. അതാണ് ഉടമ്പടിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് അനുതപിക്കുക. യേശയ്യ 30 21 പറയുന്നത് പോലെ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നമ്മൾ ക്രിസ്തുവിൻ്റെ രക്ഷ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ പോകേണ്ടുന്ന വഴി അവിടുന്ന് നമുക്ക് ഇൻസ്ട്രക്ഷനായിട്ട് തരും. നമ്മൾ ഏത് വഴി പോകുമ്പോൾ ഒരു കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടുന്ന കറക്റ്റായിട്ടുള്ള വഴി ഏതാണെന്ന് നമുക്ക് ഈശോ പറഞ്ഞു തരും. ഇതാണ് നിൻ്റെ വഴി, ഈ വഴിയിലൂടെ നീ പോവുക. അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് ദൈവം തരും. അത് കൂടുതലായി നമുക്ക് ലഭിക്കുന്നത് ബൈബിളിലൂടെയാണ്. ബൈബിൾ നമുക്ക് എന്തെങ്കിലും ഒരു ക്രൈസിസ് ടൈമിലൊക്കെ നമ്മൾ വായിക്കുക. ക്രൈസിസ് ടൈമിൽ എന്നല്ല, ഏത് ടൈമിൽ നമുക്കൊരു കൺഫ്യൂഷനോ എപ്പം നമുക്ക് ഈശോയുടെ ഒരു ആൻസർ വേണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ബൈബിൾ വായിച്ച് ഒരു ഒപ്പീനിയൻ ചോദിക്കാം നമുക്ക്. അപ്പോൾ ഈശോ ആ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ അഭിഷേകമാകുന്ന ഈ ബൈബിൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിക്കുക. എപ്പോഴൊക്കെ ടൈം കിട്ടുന്നോ അപ്പോഴൊക്കെ വായിക്കുക. അതിൽ നിന്നെല്ലാം നമുക്ക് ഈശോ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ബൈബിള് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു അസറ്റാണ് ബൈബിള്. അതുപോലെ ഉടമ്പടി എന്നത് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ കൂടിയുണ്ട്. ഉടമ്പടിയിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ആഗ്രഹമുണ്ട്. എനിക്ക് ഇന്നയാളെ ഇന്ന രീതിയിൽ വേണം എന്ന് ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഉടമ്പടി അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതിയുമാണ് ഉടമ്പടി. യോഹന്നാൻ 1:12 പറയുന്നത് പോലെ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഇത് പറയുന്നത് പോലെ തന്നെ സ്വീകരിക്കുന്നവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവത്തിൻ്റെ മക്കളായി തീരാനുള്ള ഒരു കഴിവാണ് അവിടുന്ന് നമുക്ക് തരുന്നത്. ഈ ഉടമ്പടിയും അതുപോലെ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു മകനോ മകളോ ആയി തീരാനുള്ള കഴിവാണ് ദൈവം നമുക്കവിടെ തരുന്നത്. ദൈവമക്കളാകുക എന്നത് അത് ഒരു ദൈവത്തിൻ്റെ ഒരു കൃപയാണ്, നമുക്കൊരു അനുഗ്രഹമാണ് ദൈവമക്കളായി തീരുക എന്നത്. നമുക്കതുപോലെ കൃപ നിറയുന്നതോടെ നമുക്ക് സ്വർഗീയ അനുഭവങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. പല പല സ്വർഗീയ അനുഭവങ്ങൾ നമുക്ക് പല സാക്ഷ്യങ്ങളായും നമുക്ക് അത് ദൃശ്യമായിരിക്കും. ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യവും അനുഗ്രഹവും
എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അത് ദൈവത്തിൻ്റെ ഒരു കരസ്പർശം അതിലുണ്ടാവും. ഇപ്പോൾ ജോലി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ ആ ഒരു പ്രസൻസ്, ദൈവമക്കളായി തീരുന്നതോടെ ദൈവത്തിൻ്റെ ആ ഒരു ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഉടമ്പടിയിലൂടെ കൃപാസനത്തിൽ നമ്മൾ ഉടമ്പടി എടുക്കുന്നതിലൂടെ രക്ഷ പ്രാപിച്ച് ദൈവത്തിൻ്റെ മകനോ മകളോ ആയി തീരാനുള്ള അനുഗ്രഹം മാതാവ് എല്ലാവർക്കും സമൃദ്ധമായി നൽകട്ടെ. എല്ലാവരെയും മാതാവ് ദൈവമക്കളായി ഉയർത്തട്ടെ. പ്രാർത്ഥിക്കുന്നു.